എത്ര സമയം കൂടി തുടരും? ആ ഇരുട്ടൊന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും അല്ലേ? അപ്പോൾ ഈ നിശ്ചല ദൃശ്യങ്ങൾ കൂടുതൽ മനോഹരമാകും, വെട്ടിത്തിളങ്ങുന്ന പുലികളെ കാണാം അല്ലേ? അതിനും കൂടി വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് എല്ലാവരും. എട്ടയോട് കൂടി അവസാനിച്ചുകൊണ്ടാണ് നിലവിലെ സമയത്തൊക്കെ തന്നെ കണക്കെന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് കടന്നു പോകുന്ന സാധ്യതയൊക്കെ തന്നെ ഉണ്ട്. ഇനിയുള്ളത് പ്രധാനപ്പെട്ട സർപ്രൈസുകൾ, പ്രധാനപ്പെട്ട ദേശങ്ങളൊക്കെ തന്നെ പലതരത്തിലുള്ള സർപ്രൈസുകൾ ഡിവിഷൻ പോലെ തന്നെ ഇരുട്ടത്തെ തിളങ്ങുന്ന തരത്തിലുള്ള ഫ്ലൂറസന്റ് നിറമൊക്കെ ചാലിച്ചു വെച്ചുകൊണ്ട് പലതരത്തിലുള്ള സർപ്രൈസുകൾ സാധാരണ ദേശങ്ങളിലൊക്കെ തന്നെ പുലികളിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഭാഗമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സർപ്രൈസുകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ വിഷയം ഇപ്പൊ എനിക്ക് കൊണ്ട് വിഷയം കാത്തിരിക്കുകയാണ് പലതരത്തിലുള്ള സർപ്രൈസുകൾക്ക് വേണ്ടി. തീർച്ചയായും കാത്തിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോ ലൈറ്റ് പോയി കഴിഞ്ഞാൽ, അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ലൈറ്റിന്റെ ഒക്കെ തന്നെ ശോഭയിൽ നമ്മുടെ ഫ്ലൂറസന്റ് പുലികളൊക്കെ തിളങ്ങും. ആ തിളക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി എല്ലാവരും. അതുപോലെ തന്നെ ഈ പ്ലോട്ടുകളിലൊക്കെ രാത്രി കാണാനായുള്ള ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിനൊക്കെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ കാണാനായി ഒരുപാട് ആളുകൾ ഇനിയും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ആളുകൾ. ഈ പുലിക്കളി കാണാനും പുലിക്കളിയോടൊപ്പമുള്ള ഈ മറ്റ് പ്ലോട്ടുകളൊക്കെ തന്നെ കാണാനുമായി എല്ലാവരും തന്നെ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഈ നാടിന്റെ വൈബ് എടുത്തുകൊണ്ട് കാരണം കേരളത്തിലെ മറ്റൊരു ജില്ലയിൽ ഇമാതിരി ഒരു വൈബ് കണ്ടത്. പൂരമായിക്കോട്ടെ, പുലികളായിക്കോട്ടെ, നിന്നങ്ങത്തുള്ളിൽ പൊട്ടി തുടങ്ങിയാൽ പിന്നെ നിന്ന് തുള്ളുന്നൊരു നാടാണ്. അല്ലായിരുന്നേ ഞാൻ ആലോചിക്കാം നിശ്ചയമൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലം ഈ പുലിക്കളിയൊക്കെ ഉള്ളപ്പോ അവിടുന്ന് വിട്ടു നിൽക്കാൻ ഒരു ദിവസം ഷിനോയ്ക്കൊക്കെ വിട്ടു നിൽക്കാൻ പറ്റുന്നത്. എനിക്ക് താളം കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ തുള്ളി പോവാ. ഷിനോജിന് എല്ലാ പുലിക്കളിക്കും വരുന്ന ലിഷോയെ പറയുന്നത്. അല്ല, പ്രത്യേകിച്ച് സ്റ്റെപ്പൊക്കെ പഠിച്ചു ചുരുക്കി ഇനിയിപ്പോ വരാതിരിക്കാൻ പറ്റില്ല. അടുത്ത കൊല്ലം എന്തായാലും അരുണ പുലിക്കളിക്ക് ഇറക്കാനായിട്ട് അയ്യന്തോൺ ദേശം തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. എനിക്ക് ആഗ്രഹം മാത്രമേ ഉള്ളൂ. അഡ്വാൻസ് വാങ്ങിച്ച് കാണിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അരുണാണെങ്കിൽ 4000 രൂപ ബാറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത വർഷം പുലികളിക്ക് വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷിനോജ് ഇതൊക്കെ പറഞ്ഞ് ഷിനോജ് മന്ത്രിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത കൊല്ലം ടീമിൽ ഇറങ്ങാൻ. എന്നാലും ഹിമയുണ്ട്. ഹിമ അടുത്തവണ നടന്നോ പുലികളി? അടുത്തവണയും കാണാൻ വന്ന് കണ്ട് ആസ്വദിക്കണം. പിന്നെ അരുണിന്റെ കളി വന്ന് കണ്ട് ആസ്വദിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം അരുൺ ഫുൾ ആവേശത്തിലാണ്. ഇത്തവണ വയറിന്റെ ഒക്കെ അളവെടുത്ത് അടുത്ത തവണ ഇറങ്ങാനുള്ള മൂഡിലാണ്. അതിനാണ് അരുൺ ഷിനോജും മെയിൻ ആയിട്ട് അയ്യന്തോൾ ടീമിന്റെ കൂടെ കൂടിയിട്ട് തന്നെ ഉണ്ടായിരുന്നത്. രണ്ടുപേർക്കും അടുത്ത തവണ ആ ടീമിന്റെ ഒപ്പം ഇറങ്ങണം എന്നുള്ളതാണ് ആഗ്രഹം. നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. ഈ ഓരോ സമയം കഴിയുന്നതനുസരിച്ച് ഓരോ വൈബ് ഇങ്ങനെ മാറി വന്നോണ്ടിരിക്കും. അതെ, വൈബ് മാറി വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കാഴ്ചകളുടെ ഭംഗിയിലേക്ക് തന്നെ പോകാം. ഇപ്പൊ ആ വിവിധ ഫ്ലോട്ടുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക അഴകുണ്ട്. ഈ കുറച്ചുകൂടി സമയം ഒന്ന് ഇരിക്കണം. അപ്പോഴാണ് ഇതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുള്ളൂ. പച്ചപ്പുലിയും കരിമ്പുലിയും തെമ്പുലിയും അങ്ങനെ പുള്ളിപ്പുലിയും വരയമ്പുലിയും എല്ലാം ഇതാ സ്വരാജ് റൗണ്ടിനെ കീഴടക്കി അങ്ങനെ നടന്നു നീങ്ങുന്ന ആ ഒരു ഭംഗിയ താളത്തിൽ ചുവടുവെച്ച് നടക്കുന്ന മനോഹരമായ കാഴ്ചയാണ്. അതിനനുസരിച്ച് ആളുകൾ ഇതാ ഇങ്ങനെ താളം പിടിക്കുന്നുണ്ട്. അതിലേക്ക് കൈയുറത്തി അതിഗംഭീരമായ ഇത്രയും ഗംഭീരമായ ഓണാഘോഷത്തിന്റെ സമാപനം മറ്റൊരു ജില്ലയ്ക്കും അവകാശപ്പെടാനില്ല. അത്ര തന്നെയാണ്. അത്ര അതിഗംഭീരമായി ഓണാഘോഷത്തിന്റെ സമാപനം കുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പുലികൾ ഇതാ സ്വരാജ് റൗണ്ടിൽ കീഴടക്കി ശരിക്കും തേക്കിൻ കാട്, കാട് എന്നുള്ളത് അന്വർത്ഥമാക്കുന്ന പോലെ പുലിക്കാടായി മാറിയിരിക്കുകയാണ് തേക്കിൻ കാട് മൈതാനത്ത്. തന്നെ ഒരു നാട്, ആ നാട് അവരുടെ ആഘോഷങ്ങൾ എത്രത്തോളം വൈകാരികമായി സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഡെസ്കിലേക്കും ദിവിജായിരിക്കും. തൃശ്ശൂർ ചുമൽക്കാരനാണ് ഒരുപക്ഷെ ദിവിജ മിസ് ചെയ്യുന്നുണ്ട്. ഷിനോജേ, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ആസ്വദിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് തന്നെ അത് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഷിനോജെ. എന്തായാലും ഞങ്ങളിങ്ങനെ ആസ്വദിക്കുകയാണ്. രാവിലെ തുടങ്ങിയ അയ്യന്തോളിന്റെ കൂടെയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ആവേശമാണ്. അതിപ്പോഴും ഇങ്ങനെ ഓരോ ദേശത്തിന്റെ ഓരോ ഭാഗത്തിന്റെ അവരുടെ പുലികൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ പുതിയ നിറത്തിലുള്ള പലതരത്തിലുള്ള പുലികൾ അതിൻ്റെതായ പല കാലത്തിൽ പലതരം കുട്ടിക്കയറുന്ന സമയത്ത് അവരുടെ ആവേശം അത് കാണുമ്പോൾ തന്നെ തൃശ്ശൂരുകാരെങ്കിൽ കൂടി നമ്മൾ കൂടി ആ ഭാഗത്തിന്റെ ആ ഉത്സവത്തിന്റെ ഭാഗമാകുന്ന പുലികളുടെ ഭാഗമാകും. അല്ലാതെ അത് നമ്മളൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ. ഈ ജോൺ ടിക്കെയും ജിജിന്ദാനെ പറ്റി ഈ ക്യാമറമാരുടെ ഒക്കെ മൂവ്മെന്റ് ഉണ്ടല്ലോ, അവരും ഈ താളത്തിനനുസരിച്ച് ക്യാമറ ഇങ്ങനെ ഇളകുകയാണ്. അവരിങ്ങനെ ആസ്വദിച്ച് പണിയെടുക്കുന്ന കാഴ്ചയൊക്കെ കാണുന്ന തന്നെ നമ്മുടെ ഒക്കെ മനസ്സ് നിറയുന്ന ഒരു കാഴ്ചയല്ലേ. ജുംഡിക്ക് ആ ദൂരത്തേക്ക് ഓടി അകത്തുണ്ട്. എന്തായാലും ഇനിയിപ്പോ ഈ അടുത്തത് വർഷമൊക്കെ ജോമിന് തൃശ്ശൂർ പൂരത്തിന് പുലികളിക്ക് ഇങ്ങനെയാണ് ആവശ്യമെങ്കിൽ തൃശ്ശൂർ പൂരത്തിന് എന്തായിരിക്കുമെന്നാണ് ജോം പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇനിയും ഒരുപാട് ടീമുകൾ ഇങ്ങനെ വരാനുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഇപ്പൊ കുറച്ചു നേരത്തെ പോയിരുന്നു 2050 പുലിവണ്ടി എങ്ങനെയാകും എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ
അങ്ങനെയുള്ള ഒരു പ്ലോട്ടുകളൊക്കെ തന്നെ പോയിരുന്നു. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പ്ലോട്ടുകളിലൊക്കെ തന്നെ എല്ലാം വളരെ മനോഹരമായ പ്ലോട്ടുകളൊക്കെ തന്നെയുണ്ട്. എന്തായാലും ആളുകൾക്കൊക്കെ ഒരു ആവേശം തന്നെ. പരമാവധി വ്യത്യസ്തത, പരമാവധി വെറൈറ്റി കൊണ്ടുവരും. എങ്ങനെയെങ്കിലും കാണികളെ കൈയെടുത്ത് തങ്ങളുടെ ദേശത്തിനൊപ്പമാക്കി മാറ്റുക. അതിനുവേണ്ടി പലതരത്തിലുള്ള ഒരു തന്നെ ദേശങ്ങൾ നടത്തുന്നത്. കാരണം അയ്യന്തോളിന്റെ പുലിവണ്ടി കണ്ടതാണ്. അയ്യന്തോളിന്റെ ആ മെയിൻ വണ്ടി അത് വളരെ വെറൈറ്റി ആയിരുന്നു. പ്ലോട്ടിൽ പരമാവധി വെറൈറ്റി കൊണ്ടുവരിക. അങ്ങനെ എത്രത്തോളം ജനകീയമാക്കാൻ കഴിയുമോ ഓരോ വർഷം കഴിയുന്ന ഒരു പുലികൾ എങ്ങനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം, പരമാവധി വ്യത്യസ്തത കൊണ്ടുവരിക, പരമാവധി തീരുമാനിക്കുക. അതിനുവേണ്ടി തന്നെ പ്രത്യേകം ടീം ഈ സംഘത്തിനിടയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. തീർച്ചയായും അത് കൃത്യമായി ഓരോ വർഷവും പുലികൾ കഴിയുമ്പോൾ അടുത്ത വർഷത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന്റെ കൂടെ തന്നെ എന്ത് ഒരു വ്യത്യസ്തത ഓരോ പുലികളിലേക്കും കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇത്തവണ ഈ ഒരു സംഘത്തിനോ ഒപ്പം തന്നെ മറ്റൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. അതായത് പുലിയുടെ നഖങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള കയ്യുറകളൊക്കെ തന്നെ ഇട്ടുകൊണ്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുലി പാതകങ്ങൾക്ക് വ്യത്യസ്തമായ തലത്തിലുള്ള പുലി പാതകങ്ങൾ, അതുപോലെ തന്നെ വാല് വെച്ച പുലികൾ. എല്ലാ പുലികൾക്കും 51 പുലികൾക്കും ഈ ഒരു ദേശത്തിൽ വാലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള പുലികളെ എങ്ങനെയൊക്കെ തന്നെ ഇറക്കാം എന്നുള്ള ഒരു റിസർച്ച് തന്നെ ഓരോ തവണയും പുലികൾ കഴിയുമ്പോൾ ഈ തൃശ്ശൂർക്കാർ അങ്ങനെ നടത്തും. കഴിഞ്ഞ തവണ ഏകദേശം 6 ടീമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 9 ടീമുണ്ട്. അതായത് അത്രത്തോളം ടീമുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് വരാൻ തന്നെ കാരണം ഈ ഒരു ആവേശം തന്നെയാണ്.